സ്വാഗതം. ഓം ബിർള ഇനി പാർലമെന്റിനെ നയിക്കും. രാജസ്ഥാനിൽ നിന്നുള്ള BJP MP ഓം ബിർള ലോക്സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ മോദി ഭരണകാലത്ത് നിരവധി വിവാദ നടപടികൾ അദ്ദേഹത്തിലൂടെ സഭ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടിനിട്ട് പാസാക്കിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് MPയും മത്സരരംഗത്തുണ്ടായിരുന്നു. അജണ്ടയിൽ ഉൾപ്പെടാത്ത അടിയന്തരാവസ്ഥക്കെതിരായ പ്രമേയം സ്പീക്കർ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. നീറ്റ് ഉൾപ്പെടെ ദേശീയ പൊതുപ്രവേശന പരീക്ഷകളുടെ വിശ്വാസ ചോർച്ചയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിയമസഭയിൽ പ്രമേയം പാസാക്കി കേരളം. കേരളത്തിൽ പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെയും അതിനെ പിന്തുണക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ BR ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് സഭ ആവശ്യപ്പെട്ടു. 2018 PSC പരീക്ഷാ തട്ടിപ്പുകളെക്കുറിച്ചുള്ള മാത്യു കുഴൽനാടൻ്റെ ചോദ്യം സഭയിൽ വൻ ബഹളത്തിന് കാരണമായി. ഡ്രൈവിംഗ് സ്കൂളുകളുമായി KSRTCയുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തുടക്കമായി. തിരുവനന്തപുരത്തെ സ്വിഫ്റ്റ് ആസ്ഥാനത്തിൽ നടന്ന ചടങ്ങിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 22 സ്ഥലങ്ങളിലാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത്. KSRTC ഡ്രൈവർ വിഭാഗത്തിലെ പ്രാവീണ്യമുള്ളവരെയാണ് പരിശീലനത്തിനായി നിയോഗിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് പരിശീലന സൗകര്യങ്ങൾ ഒരുക്കലാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഗണേഷ് കുമാർ വാർത്താവേളയോട് പറഞ്ഞു. കെജ്രിവാൾ CBI കസ്റ്റഡിയിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ വിട്ടു. CBI കസ്റ്റഡിയിൽ വിട്ടു നൽകി വിചാരണ കോടതി ഉത്തരവ്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. മദ്യനയ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചത് കെജ്രിവാളാണെന്ന് CBI കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ആലപ്പുഴയിൽ 2 മരണം. സംസ്ഥാനത്ത് തുടരുന്ന അതിശക്ത മഴയിൽ വൻ നാശനഷ്ടവും മരണവും റിപ്പോർട്ട് ചെയ്തു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിലും ചേർത്തല താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു പരീക്ഷകൾക്ക് മാറ്റമില്ല. 69.6 മില്ലിലിറ്റർ മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് സംസ്ഥാനത്ത് ലഭിച്ചത്. തിരുവനന്തപുരം, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.